ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജ്യൂടെക്. LSGD ഫാർമസിസ്റ്റ് എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ പോയിസണിങ്ങിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ പോയിസണിങ് ട്രീറ്റ്മെൻറ്റ്. അതിൽ ആദ്യം പറയാനുള്ളത് ഒപ്പിയം, കനാബീസ് തുടങ്ങിയവയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് നമുക്ക് അൺകോൺഷ്യസ്നെസ് ഉണ്ടാക്കും. നാർക്കോട്ടിക് ഡ്രഗ്സുകളെല്ലാം ചെറിയ ഡോസിൽ CNS സ്റ്റിമുലൻറ്റും വലിയ ഡോസിൽ CNS ഡിപ്രസൻറ്റുമാണ് ആക്ട് ചെയ്യുന്നത്. ചെറിയ ഡോസിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് CNSനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെങ്കിൽ വലിയ ഡോസിൽ നാർക്കോട്ടിക് ഡ്രഗ്സ് CNSനെ ഡിപ്രസ് ചെയ്യിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോട്ടിക് പോയിസണിങ്ങിൻ്റെ സിംറ്റംസ് ആണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നുള്ളത്? ഹാർട്ട് റേറ്റ് കൂടും, റെസ്പിറേഷൻ ചെയ്യുന്ന റേറ്റ് കൂടും, ബ്ലർഡ് വിഷൻ അല്ലെങ്കിൽ പിൻ പോയിന്റ് പ്യൂപ്പിൾ, എക്സൈറ്റ്മെൻറ്റ് കാണിക്കും, ഹാലൂസിനേഷൻ കാണിക്കും, റെസ്പിറേറ്ററി ഡിപ്രഷനും കാർഡിയക് ഫെയിലിയറും കാരണം മരണം വരെ സംഭവിക്കാം. ദെൻ റെസ്റ്റ്ലെസ്നെസ്, ഹാലൂസിനേഷൻ, ബ്ലർഡ് വിഷൻ അല്ലെങ്കിൽ പിൻ പോയിന്റ് പ്യൂപ്പിൾ, റെസ്പിറേറ്ററി ഡിപ്രഷൻ സംഭവിക്കാം. മരണം സംഭവിക്കുന്നത് റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ലെങ്കിൽ കാർഡിയക് ഫെയിലിയർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോട്ടിക് പോയിസണിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് നാർക്കോട്ടിക് പോയിസണിങ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ലാവേജ് ആണ്. ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വയറ് കഴുകുന്ന ആ പ്രോസസ്സാണ് ഗ്യാസ്ട്രിക് ലാവേജ് എന്ന് പറയുന്നത്. വെള്ളം ഉപയോഗിച്ചും പിന്നീട് ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഡൈല്യൂട്ട് KMNO4, ആദ്യം വെള്ളം ഉപയോഗിച്ചും പിന്നീട് ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപയോഗിച്ച് ഗ്യാസ്ട്രിക് ലാവേജ് നടത്തും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മുടെ ശരീരത്തിലുള്ള പോയിസണിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ലെസ് ടോക്സിക് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പോയിസണിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആ പോയിസണിങ്ങിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ നിന്നും പോയിസണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊടുക്കും. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് ഗിവൺ ടു അബ്സോർബ് ദി പോയിസൺ നമ്മുടെ ശരീരത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സലൈൻ പർഗേറ്റീവ്സ് ആണ് അഡ്മിനിസ്റ്റർ ചെയ്യാറ്. സലൈൻ പർഗേറ്റീവ്സ് ആയിട്ടുള്ള മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. നാർക്കോട്ടിക് പോയിസണിങ്ങിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ഏതാണ്? നാലോക്സോൺ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് ചോദ്യം. നാർക്കോട്ടിക് പോയിസണിങ്ങിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് നാലോക്സോൺ. ഈ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ നാലോക്സോൺ ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ ഇൻട്രാവീനസിൽ അഡ്മിനിസ്റ്റർ ചെയ്യും, അല്ലെങ്കിൽ ഇൻഹലേഷൻ നമ്മൾ കൊടുക്കും. ഈ നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നാലോക്സോൺ എന്ന ആൻറ്റിഡോട്ടിനെ നമ്മൾ ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ ഇൻട്രാവീനസിൽ അഡ്മിനിസ്റ്റർ ചെയ്യും, അതുമല്ലെങ്കിൽ ഇൻഹലേഷൻ റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യും. ഇനി കന്നാബീസ് എന്ന നാർക്കോട്ടിക് ഡ്രഗ് കാരണമാണ് പോയിസണിങ് സംഭവിച്ചതെങ്കിൽ നമ്മൾ സ്ട്രിക്സിനിൻ എന്ന ഡ്രഗ് ഹൈപ്പോഡെർമിക്കലി ഇഞ്ചെക്റ്റ് ചെയ്യും. കന്നാബീസ് കാരണമാണ് പോയിസണിങ് നടക്കുന്നതെങ്കിൽ ഏത് ഡ്രഗ് കൊടുക്കും? നാലോക്സോൺ അല്ല, സ്ട്രിക്സിനിൻ ആണ് കൊടുക്കുന്നത്. ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻ സ്ട്രിക്സിനിൻ കൊടുക്കും. കൊക്കെയിൻ ആണ് വിക്ടിം എടുത്തിട്ടുണ്ടെങ്കിൽ, കൊക്കെയിൻ എന്ന ഒപ്പിയോയിഡ് ഡ്രഗാണ് വിക്ടിം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത ഭാഗം നമ്മൾ ഒരു ഐസ് ക്യൂബ് വെച്ച് അപ്ലൈ ചെയ്യും. കാരണം ആ പോയിസണിങ്ങിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കൊക്കെയിനാണ് എടുത്തതെങ്കിൽ വിക്ടിമിൻ്റെ ആ എടുത്ത ഭാഗം നമ്മൾ ഐസ് ക്യൂബ് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാർക്കോട്ടിക് പോയിസണിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒപ്പിയം, കനാബീസ് ഇതുപോലെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഒപ്പിയോയിഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ ഡോസിൽ CNS സ്റ്റിമുലൻറ്റും വലിയ ഡോസിൽ CNS ഡിപ്രസൻറ്റുമായിട്ട് ആക്ട് ചെയ്യും. പിന്നീട് നമ്മൾ നോക്കിയത് അതിൻ്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് ഏതൊക്കെ വരാം? ബ്ലർഡ് വിഷൻ അല്ലെങ്കിൽ പിൻ പോയിന്റ് പ്യൂപ്പിൾ വരാം, എക്സൈറ്റ്മെൻറ്റ് വരാം, ഹാലൂസിനേഷൻ വരാം, മസിൽ വീക്ക്നെസ് വരാം, റെസ്റ്റ്ലെസ്നെസ് വരാം, പിന്നെ ഡെത്ത് ഡ്യൂ ടു കാർഡിയക് ഫെയിലിയർ ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. പിന്നീട് നമ്മൾ നോക്കിയത് ഏതാണ്? അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആദ്യം നോക്കിയത് ഗ്യാസ്ട്രിക് ലാവേജ് ആണ്. അതായത് നമ്മുടെ വയറ് കഴുകും. ഗ്യാസ്ട്രിക് ലാവേജ് വിത്ത് വാട്ടർ ആൻഡ് ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ ഡൈല്യൂട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ശരീരത്തിനുള്ളിലുള്ള പോയിസണിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് പോയിസണിങ്ങിൻ്റെ എഫക്റ്റ് കുറച്ച് കളയും. പോയിസണിനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ അഡ്മിനിസ്റ്റർ ചെയ്യും. ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈസ് ഗിവൺ ടു അഡ്സോർബ് ദി പോയിസൺ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൈൻ പർഗേറ്റീവ്സ് ആയിട്ടുള്ള മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് കൊടുക്കും.
പിന്നീട് ഇതിന് മെയിൻ ആയിട്ടുള്ള ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ഏതാണ്? നാലോക്സോൺ. നാർക്കോട്ടിക് പോയിസണിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ഏതാണ്? നാലോക്സോൺ. ഒന്നുകിൽ നമ്മൾ ഇൻട്രാമസ്കുലർ അഡ്മിനിസ്റ്റർ ചെയ്യും, അതുമല്ലെങ്കിൽ ഇൻട്രാവീനസിൽ അഡ്മിനിസ്റ്റർ ചെയ്യും, അതുമല്ലെങ്കിൽ നമ്മൾ ഇൻഹലേഷൻ വഴി. കനാബിസ് എന്ന ഡ്രഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രിക്ചനിൻ എന്ന ഡ്രഗ് ഹൈപ്പോഡെർമിക്കലി ഇഞ്ചെക്റ്റ് ചെയ്യും. കൊക്കൈൻ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിക്ടിം ഇഞ്ചെക്റ്റ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഐസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും, ആ ഒരു പോയിസണിങ്ങിൻ്റെ എഫക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്.